ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ടിൻഡറിൽ നിന്ന് പരിചയപ്പെട്ട ആളുകൾ ഡേറ്റിങ്ങിന് പോയിട്ട് ആള് ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ നടത്തി പാസ് ആയതായിട്ട് കണ്ടു. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ആള് ബോയ് ഫ്രണ്ട് ആവാൻ റെഡി ആണോന്നും എന്നെ പ്രപ്പോസ് ചെയ്യാനുള്ള ടെസ്റ്റുകളാണ് വിത്ത് ആൻ അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റ് ഞാൻ നടത്താൻ പോകുന്നത്. ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ പല ടെസ്റ്റുകളും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. ബോയ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കറക്റ്റ് ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണോ എന്ന് കൊച്ചിവിടെ പല ടെസ്റ്റുകളും നടത്തുന്ന ഒരു വീഡിയോ. ഞാൻ ഈ വീഡിയോ അതിശയിച്ചിട്ടാണ് കണ്ടത്. നമ്മൾ വിചാരിക്കുന്ന ടെസ്റ്റുകളല്ല മക്കളെ കൊച്ചുങ്ങൾ വിചാരിക്കുന്ന ടെസ്റ്റുകൾ. ഇപ്പോൾ കാലം എത്ര പുരോഗമിച്ചു എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ചിലപ്പോൾ ഇതിനോടകം കണ്ടിട്ടുണ്ടാവും, എന്നാലും നമുക്കൊന്നുകൂടെ കാണാം ഈ കൊച്ചിൻ്റെ പലവിധ ടെസ്റ്റുകൾ. അപ്പോഴേ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കൊച്ചിൻ്റെ ടെസ്റ്റുകൾ കാണാം. കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ഡോർ ഓപ്പണിംഗ് ടെസ്റ്റ് ആണ്. ഒരു വണ്ടിയുമ്പോ കയറുമ്പോൾ ആള് ഫസ്റ്റ് എനിക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തന്നിട്ട് ആളിനെ ഫസ്റ്റ് ഗേറ്റിലാണ് അവിടെ ഇരുന്ന് അങ്ങനെ ആ ടെസ്റ്റ് പാസ്സായി. പിന്നെ ആദ്യം ടെസ്റ്റ് ചെയ്തത് ഈ ഡോർ ഓപ്പണിംഗ് ടെസ്റ്റാണ്. അതായത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ ആദ്യം ഈ കൊച്ചിനെ കയറ്റി വിടണം. ചെറുക്കൻ ഡോറ് തുറന്നു കൊടുക്കണം, ബോയ് ഫ്രണ്ട് ഡോറ് തുറന്നു കൊടുത്ത് സേഫായിട്ട് ഈ പെണ്ണിനെ കയറ്റി അതിനുശേഷം ഈ ചെറുക്കൻ കയറി കഴിഞ്ഞാൽ ആ ടെസ്റ്റ് പാസ്സാകും. അപ്പം ആ ടെസ്റ്റ് ഈ ചെറുക്കൻ ഇവിടെ പാസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊച്ച് ടിക്ക് കൊടുത്തിട്ടുണ്ട്, പാസ്സായി എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ചെക്കൻ പാസ്സായി. ക്വാളിറ്റി ഓവർ കോസ്റ്റ് ടെസ്റ്റ് ആണ്. ആള് വില കുറഞ്ഞ ലോ ക്വാളിറ്റി സാധനം എനിക്ക് വേണ്ടി പിക്ക് ചെയ്യുമെന്നായിരുന്നു. പക്ഷെ ആള് വില കൂടിയ സാധനം പിക്ക് ചെയ്തു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. രണ്ടാമതും കൂടെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷെ ആളിനതിന് തടഞ്ഞു. ആ ദേഷ്യത്തിന് ഞാൻ ആളെ ടെസ്റ്റ് ഫെയിൽഡ് ആക്കി വിട്ടതായിരുന്നു. പക്ഷെ ആൾക്ക് സർപ്രൈസ് ആയിട്ട് എനിക്ക് വേറൊരു ചോക്ലേറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് അപ്രൂവ് ആക്കി വിട്ടു. ആളിനത് അപ്രൂവ് ആക്കി വിട്ട് ഈ ഓഫീസൊക്കെ ഫയല് സാറുമാർ അപ്രൂവ്ഡ് ആക്കി വിടുന്നത് പോലെ കൊച്ചിതേ അപ്രൂവ്ഡ് ആക്കിയിട്ടുണ്ട്. എന്താ കാര്യം? കോസ്റ്റ്ലി ആയിട്ടുള്ള ചോക്ലേറ്റ് അത് തിരഞ്ഞെടുത്തപ്പോൾ ആദ്യം ചെറുക്കൻ പിടിച്ച് മാറ്റി വെച്ച്. അതുകൊണ്ട് തന്നെ ആ ഒരു ടെസ്റ്റിൽ ഈ ചെറുക്കൻ ഫെയിലായി എന്ന് വിചാരിച്ചപ്പോൾ കൊച്ചൻ അതിശയിപ്പിക്കുന്ന രീതിയിൽ മറ്റ് ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സ് തന്നെ ഏൽപ്പിച്ചു, അതിലും വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെയിലായിട്ടുള്ള ആ ഒരു ടെസ്റ്റ് കൊച്ച് അപ്രൂവ്ഡ് ആക്കി വിട്ടു. പീഡിപ്പിച്ചു. ഇതൊരു അൺഎക്സ്പെക്ടഡ് ടെസ്റ്റ് അവിടെ നടന്നു. നമുക്ക് അതിനെ ക്ലീനിങ് ടെസ്റ്റ് പറഞ്ഞു വിടാൻ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബൈറ്റ് ടെസ്റ്റ്. ഇതാണ് ഫീഡിങ് ടെസ്റ്റ് കേട്ടോ. ഈ ചുണ്ടത്ത് നമ്മൾ തിന്നു കഴിയുമ്പോൾ ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുമല്ലോ ചോക്ലേറ്റൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെക്കൻ തുടച്ച് വായിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതിനെ ഫീഡിങ് ടെസ്റ്റായിട്ട് കൊച്ചങ്ങ് കാണിച്ചു. ആ ഫീഡിങ് ടെസ്റ്റും ചെക്കൻ അങ്ങ് പാസ്സായി. കൊള്ളാല്ലേ, നല്ല രസമുണ്ട് കാണാൻ. നടന്നു. ആളിന് കൈ പിടിച്ച് ഉമ്മ വെച്ച് എനിക്ക് ഉമ്മ വയ്ക്കാൻ വേണ്ടി തന്നു. അങ്ങനെ കിസ് ടെസ്റ്റും പാസ്സായി. എനിക്ക് നാണം വരുന്നു. കിസ് ടെസ്റ്റും പാസ്സായി ചെക്കൻ. ഈ കൈ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കിസ് ടെസ്റ്റും കൂടി അങ്ങ് നടത്തിക്കളഞ്ഞു. എന്തായാലും ചെക്കൻ പൊളിയാ. എല്ലാ ടെസ്റ്റും ഇതുവരെയുള്ള ടെസ്റ്റുകളെല്ലാം ചെക്കൻ പാസ്സായിട്ടുണ്ട്. ഇനിയും ഉണ്ട് ടെസ്റ്റുകൾ. പിന്നെ ക്ലോത്ത് കെയർ ടെസ്റ്റ് ആണ്. ആളെന്റെ ഡ്രസ്സ് മാറി കിടക്കുന്നത് ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ്. അഫ്കോഴ്സ് എന്നെ ആള് കവർ ചെയ്യിപ്പിച്ചു. ഈ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഹീസ് എ ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ. ആള് ബോയ് ഫ്രണ്ട് ആക്കാൻ വേണ്ടി എല്ലാ ടെസ്റ്റും പാസ്സായി വന്നു. ഞാൻ ലിറ്ററലി ആള് പിന്നെ പ്രപ്പോസ് ചെയ്ത് ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. പിന്നെ എല്ലാവരും അങ്ങനെ ചെക്കൻ ഇതെല്ലാം പാസ്സായിട്ട് അക്സെപ്റ്റ് ചെയ്തു. പെങ്കൊച്ച് എന്താന്ന് വെച്ചാൽ തുണി ഇങ്ങനെ മാറി കിടന്നപ്പോൾ ചെക്കൻ അത് പിടിച്ചിടുമോ എന്നുള്ളൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. വണ്ടിയിൽ കയറിയിട്ട് ചെക്കൻ കറക്റ്റായിട്ട് അത് പിടിച്ചിട്ട് കൊടുത്തു. എടി നിന്റെ തുണി മാറി കിടക്കുന്നത് ആരും കാണാനുള്ളതല്ല എന്നൊക്കെ വെച്ചിട്ട് ചെക്കൻ അത് പിടിച്ച് സേഫായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ഒരു ടെസ്റ്റും പാസ്സായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ടെസ്റ്റും പാസ്സായി ബോയ് ഫ്രണ്ടിലേക്ക് അക്സെപ്റ്റ് ചെയ്തു. ബോയ് ഫ്രണ്ടാണേ, ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണെന്ന് കൊച്ച് അപ്രൂവ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം. തീർന്നിട്ടില്ല മക്കളെ ടെസ്റ്റുകൾ. ടെസ്റ്റുകൾ നടത്തി പാസ്സായതായിട്ട് കണ്ടു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആൾ ബോയ് ഫ്രണ്ട് ആവാൻ റെഡി ആണോ എന്ന് എന്നെ പ്രപ്പോസ് ചെയ്യാനുള്ള ടെസ്റ്റുകളാണ് വിത്ത് ആൻ അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റ് ഞാൻ നടത്താൻ പോകുന്നത്. അപ്പം നേരത്തെ ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണോ എന്നുള്ള ടെസ്റ്റായിരുന്നു. ഇത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് കേട്ടോ. എല്ലാ ടെസ്റ്റും നമ്മൾ കണ്ടിരിക്കണം, ഭാവിയിൽ പ്രയോജനപ്പെടും. കൊല്ലത്തുനിന്ന് എറണാകുളത്ത് വരെ ടിഫിനും കൊണ്ട് എനിക്ക് വേണ്ടി ഫുഡ് ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നു. പഴം നല്ല പച്ചയായിരുന്നു, പക്ഷെ എന്നാൽ കൂടി ആളെന്നെ സ്നേഹത്തോടെ ഫീഡിപ്പിച്ചു. സ്നേഹത്തോടെ വാരി കൊടുക്കുന്ന കൊല്ലത്ത് നിന്ന് എറണാകുളത്തേക്കാണ് പഴവുമായിട്ട് വന്നത് ഈ കൊച്ചിനെ ഫീഡ് ചെയ്യിപ്പിക്കാനായിട്ട്. ഈ പഴവും കൊണ്ട് വന്നപ്പോൾ ചെക്കൻ്റെ വീട്ടിലാരെങ്കിലും ഫീഡ് ചെയ്തോ എന്ന് നോക്കിയിട്ടുണ്ടാകത്തില്ല. എറണാകുളത്തിരിക്കുന്ന കൊച്ചിനെ ഫീഡ് ചെയ്യിക്കാൻ വേണ്ടി കൊല്ലത്തുനിന്ന് പഴവുമായിട്ട് വന്ന അവൻ്റെ മനസ്സ് ആരും കാണാതെ പോയതും പാസ്സാക്കണ്ടേ, വേണം, പാസ്സായി.
പറ്റുമെന്നായിരുന്നു. ഓഫ് കോഴ്സ് ആൾ ജയിച്ചു. പിന്നെ വരുന്നത് സ്റ്റേറ്റ്. രണ്ട് കാലും ചെക്കൻ്റെ മണ്ടയ്ക്കൊക്കെ എടുത്ത് വെച്ച് ചെക്കൻ അതും തടകി 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 ആ ഒരു ടെസ്റ്റും അങ്ങ് പാസ്സാക്കി. ബോസ് ടെസ്റ്റ് അതും പാസ്സായി. ഒരു ഗിഫ്റ്റ് മേടിക്കാൻ തീരുമാനിച്ചു. ഞാൻ കുറെ ആലോചിച്ചിട്ടാണ് എന്ത് മേടിക്കുന്ന ആലോചിച്ചത്. എൻ്റെ മക്കളെ ഈ ഗിഫ്റ്റ് അതൊരു ഒന്നൊന്നര ഗിഫ്റ്റാണ് കേട്ടോ. ഞാൻ തെരഞ്ഞെടുത്തൊരു ഗിഫ്റ്റ് ആണ്. ലൈക്ക് ഇതാവുമ്പോൾ ആൾക്ക് നല്ല യൂസ്ഫുൾ ആവും. ഇവരെന്തോ ട്രങ്ക് വീന്നൊക്കെ പറയണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഒരു സാധനം പിക്ക് ചെയ്തു. അതിന്റെ ക്വാളിറ്റി ഒക്കെ തുറന്ന് അവർ കാണിച്ച് നല്ല രസം ഉണ്ടായിരുന്നു. ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ കാൽവിൻ ക്ലീൻ്റെ ഒരു അണ്ടർവെയർ മേടിച്ചു കൊടുത്തു. അത് ആൾക്ക് ഓൺലി ഫാൻസ് ഉണ്ട്. അപ്പൊ അണ്ടർവെയർ ആൾക്ക് നല്ല യൂസ്ഫുൾ ആവും, അതുകൊണ്ടാണ് മേടിച്ചു കൊടുത്തത്. പിന്നെ ഞാൻ ഇത്രയും ടെസ്റ്റൊക്കെ പാസ്സായി ചെറുക്കൻ അണ്ടർവെയർ ഇടാതാണെന്ന് തോന്നുന്നു വന്നത്. കാരണം കൊച്ചു ആദ്യം തന്നെ ഒരു അണ്ടർവെയർ അങ്ങ് മേടിച്ചു കൊടുത്തു. അപ്പം വിവിധ തരം ടെസ്റ്റുകൾ നമ്മൾ കണ്ടല്ലോ. അല്ല, ഇത്രയൊക്കെ പുരോഗമിച്ചു നമ്മുടെ കാലം. ഇവരുടെയൊക്കെ പേരൻസ് ഇതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. പലവിധ ടെസ്റ്റ് നടത്തിയിട്ടാണ് ബോയ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നതും ഒക്കെ. പ്രപ്പോസ് ചെയ്യിക്കുന്നിടം വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും പെണ്ണിൻ്റെ പുറകിൽ പെണ്ണ് പറയുന്നതും കേട്ട് പെണ്ണിൻ്റെ പുറകിൽ വാലാട്ടി നടന്നു കഴിഞ്ഞാൽ ആ ടെസ്റ്റുകളെല്ലാം പാസ്സാക്കും എന്നാണ് ഈ കൊച്ച് ഈ വീഡിയോയിലൂടെ തന്നിരിക്കുന്ന മെസ്സേജുകൾ. കാരണം ഈ കൊച്ച് എന്തെല്ലാം പറയുന്നു, അതെല്ലാം കേൾക്കണം, കൊച്ചിനെ കെയർ ചെയ്യണം, കയ്യിൽ കൊണ്ട് നടക്കണം, സംരക്ഷിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇത്രയൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ ഒരു വേലക്കാരനെ വെച്ചാൽ പോരെ. അതൊക്കെ പോട്ടെ, പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഒരു കല്യാണാലോചന അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആൾ ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്ത്? നമ്മളെ കാണുന്നു, ഇഷ്ടമാണ് പറയുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ലെറ്റർ തരുന്നു, അതല്ലെങ്കിൽ ആരെയെങ്കിലും കൊണ്ട് ഫ്രണ്ട്സിനെ കൊണ്ട് അറിയിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ദിവസം നമ്മുടെ പിന്നാലെ നടക്കണം. ഇഷ്ടമാണോ 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 ഇഷ്ടമാണെങ്കിലും പെൺകുട്ടികൾ കുറച്ച് നാൾ ഇവരെയൊക്കെ നടത്തും. അതൊരു രസമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ പ്രണയം. ഒരു കാമുകനും ഒക്കെ ഉടലെടുക്കുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു. അത് നാട്ടുംപുറത്തെ പ്രണയം. പക്ഷേ ഇത് സിറ്റിയിലെ പ്രണയമായതുകൊണ്ടായിരിക്കും ടെസ്റ്റുകളൊക്കെ നടത്തി പാസ്സാക്കി ബോയ് ഫ്രണ്ടിനെ എടുക്കുന്ന. ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണോ എന്ന് അറിയണ്ടേ. എന്തായാലും കൊച്ചും കൊള്ളാം, ചെക്കനും കൊള്ളാം. ചെക്കൻ എന്തായാലും എല്ലാ ടെസ്റ്റുകളും പാസ്സാകാൻ മിടുക്കനായിട്ടുള്ള ഒരു ചെക്കനാണ്. അല്ല മക്കളെ, ഇത്രയധികം ടെസ്റ്റ്, ഒരു ബോയ് ഫ്രണ്ട് ആകാൻ വേണ്ടി ഇത്രയധികം ടെസ്റ്റുകളൊക്കെ നടത്തി അപ്രൂവ്ഡ് ആക്കി, ഫെയിലാകുമോ അപ്രൂവ്ഡ് ആകുമോ എന്നൊക്കെ നോക്കി അങ്ങനെ അപ്രൂവ്ഡൊക്കെ ആക്കി കൊണ്ടുവന്ന ഒരാൾ ഇനി ഈ മാരേജിലേക്ക് പോകുമ്പോൾ എന്തുമാത്രം ടെസ്റ്റുകൾ നടത്തും, ഏതൊക്കെ രീതിയിലുള്ള ടെസ്റ്റുകളായിരിക്കും ഈ കല്യാണത്തിന് നടത്താൻ പോകുന്നത്. അപ്പം അതൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവരുടെ പ്രേക്ഷകർ പറയുന്നത് എത്രയും വേഗം കല്യാണം കഴിക്കൂ. എന്തിനാ? ഈ ടെസ്റ്റുകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളും ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. ഏതുവരെ പോകും ടെസ്റ്റുകൾ? ചിലപ്പോൾ ആദ്യ രാത്രി വരെ ടെസ്റ്റ് ചെയ്ത് പാസ്സായാൽ മാത്രമേ കല്യാണത്തിലേക്ക് പോകൂ. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരു ബോയ് ഫ്രണ്ടിനെ എടുക്കാൻ ഇത്രയധികം ടെസ്റ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ കല്യാണത്തിനും ടെസ്റ്റുകളൊക്കെ വേണം. ആദ്യ രാത്രി വരെ ടെസ്റ്റ് ചെയ്ത് പാസ്സാകുമെങ്കിൽ മാത്രം, ഫെയിലായാൽ തീർന്നില്ലേ, അപ്പോൾ പാസ്സാകുമെങ്കിൽ മാത്രം കല്യാണത്തിലേക്ക് പോകാവൂ. ഇങ്ങനെ വേണം ഓരോ പെൺകുട്ടികളും. കൊള്ളാം അല്ലേ? വളരെയധികം നമുക്ക് അഭിമാനിക്കാം. ഇതിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇത് കണ്ടിട്ട് അഭിമാനിക്കുന്നുണ്ടാവും അല്ലേ. കൊള്ളാം, നല്ല മക്കളായാലും ഇങ്ങനെ വേണം, കൊള്ളാം. ഇനിയിപ്പം മാരേജ് ബ്യൂറോയുടെ ആവശ്യങ്ങളൊന്നുമില്ല. പെൺകുട്ടികൾ തന്നെ ഇറങ്ങിക്കൊണ്ട് ഇതുപോലെ ടെസ്റ്റുകളെല്ലാം നടത്തി കല്യാണം കഴിക്കാനും പ്രണയിക്കാനും ഒക്കെ. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിയാൽ ഈ നടത്തിയ ടെസ്റ്റുകളൊക്കെ പാഴായി പോവില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കണ്ടറിയാം. ഇത്രയൊക്കെ കണ്ടില്ലേ, ബാക്കിയും കൂടെ നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമുക്ക് പുരോഗമന ചിന്താഗതി ഇല്ലാത്തത് കൊണ്ടാണ്, ഇടുങ്ങിയ ചിന്താഗതിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്. പിന്നെ നമ്മൾ കുലസ്ത്രീ പട്ടവും നമുക്ക് തരുമല്ലോ ഇവരൊക്കെ. അപ്പോൾ ഇവരൊക്കെ ന്യൂജൻ പിള്ളേരൊക്കെ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒരു 2-3 കൊല്ലം കൂടെ കഴിയുമ്പം എന്താകും നമ്മുടെ നാടിൻ്റെ അവസ്ഥ? ദൈവമേ, ആലോചിച്ചിട്ട് ഒരു അന്തവും ഇല്ല, ഒരു കുന്തവും ഇല്ല. അപ്പോൾ ഇതുപോലെയുള്ള കൗതുകകരമായിട്ടുള്ള വീഡിയോസുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടവർ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ പഴയ കാലം ഇപ്പോഴത്തെ കാലമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.